ഹലോ ഹായ്, ഇതാണ് ഫത്തേഹ് സാഗർ തടാകം. ഉദയപൂരിലെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒരു ശാന്ത സൗന്ദര്യം. ആരവല്ലി മലനിരകളുടെ മടിയിൽ വിരിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യനിർമ്മിത തടാകം രാവിലെയും സന്ധ്യയും വ്യത്യസ്ത ഭാവങ്ങളിൽ മനസ്സിനെ കീഴടക്കുന്നു. തണുത്ത കാറ്റും നീലിമയാർന്ന ജലവും ചേർന്ന് ഇവിടെ സമയം പതുക്കെ ഒഴുകുന്നുവെന്ന് തോന്നിപ്പിക്കും. നടപ്പാതകളിലൂടെ നടക്കാനും ബോട്ടിങ്ങിലൂടെ തടാകത്തിലെ ആഴം അനുഭവിക്കാനും സൂര്യാസ്തമയത്തിൻ്റെ സ്വർണ്ണനിറം കണ്ണുകളിൽ സൂക്ഷിക്കാനും ഫത്തേഹ് സാഗർ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ഉദയപൂർ യാത്രയുടെ ആത്മാവാണ് ഫത്തേഹ് സാഗർ തടാകം. ഉദയപൂരിൻ്റെ ഈ വിരുമാറിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് ഒരു റെൻ്റെ ബൈക്കിലാണ്. ഉദയപൂരിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്നാണ് ഈ ഫത്തേഹ് സാഗർ. നേരത്തെ പറഞ്ഞ പോലെ ആരവല്ലി മരനിലകളുടെ മടിയിൽ ശാന്തമായി വിരിഞ്ഞു കിടക്കുന്ന ഈ ജലാശയം, ഇതാണ് ഫത്തേഹ് സാഗർ തടാകം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മനസ്സിനെ കുറച്ച് അകറ്റി നിർത്തുന്ന പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു വിശ്രമ കേന്ദ്രം എന്ന് വേണേ നമുക്ക് പറയാം. ഫത്തേഹ് സാഗർ തടാകത്തിൻ്റെ ചരിത്രം നമ്മെ കൊണ്ടുപോകുന്നത് 17-ാം നൂറ്റാണ്ടിലേക്കാണ്. ആദ്യമായി ഇത് നിർമ്മിച്ചത് മേവാർ ഭരണാധികാരിയായ മഹാറാണ ജയ്സിംഗ് ആയിരുന്നു. പിന്നീട് ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം തടാകം തകർന്നു. മഹാറാണ ഫത്തേഹ് സിംഗ് ഇതിനെ പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ തടാകം പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഫത്തേഹ് സാഗർ എന്ന പേരും ഇതിന് വരാനുള്ള കാരണം. മനുഷ്യനിർമ്മിതമായിട്ടും പ്രകൃതിയോട് പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്ന ഒരു തടാകമാണ് ഫത്തേഹ് സാഗർ. 3 ചെറിയ ദ്വീപുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതിൻ്റെ ഒന്നിലാണ് പ്രശസ്തമായ നെഹ്റു ഗാർഡൻ ഉള്ളത്. കുട്ടികളും കുടുംബങ്ങളും ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ഉദയ്പൂരിലെ ഒരു ഇടമാണ് ഇത്. മറ്റൊരു ദ്വീപിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ജലസംഭരണ സംവിധാനവും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ തടാകത്തിൻ്റെ ചുറ്റുമുള്ള റോഡ് ഒരു യാത്രികന് നൽകുന്ന അനുഭവം അമൂല്യമായതാണ്. ഒരു വശത്ത് നീല നിറത്തിലുള്ള വെള്ളവും മറ്റൊരു വശത്ത് പച്ചപ്പും മലനിരകളും. ബൈക്കിൽ പതുക്കെ സഞ്ചരിക്കുമ്പോൾ ഓരോ വളവും ഓരോ പുതിയ അനുഭവം നമ്മുടെ മുമ്പിൽ തുറക്കുന്നു. ഫത്തേഹ് സാഗർ തടാകം ഓരോ സമയത്തും ഓരോ ഭാവത്തിലാണ്. രാവിലെ ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്നത് മൃദുലമായ സൂര്യപ്രകാശവും ശാന്തമായ ജലവുമാകുമ്പോൾ സന്ധ്യയിൽ സൂര്യാസ്തമയത്തിൻ്റെ സ്വർണ്ണനിറം വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഈ സ്ഥലം ഒരു ചരിത്രമെന്ന പോലെ മാറുന്നു. ഉദയപൂരുകാരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തടാകം. രാവിലത്തെ നടപ്പ്, സന്ധ്യയിലെ സൗഹൃദ സംഭാഷണങ്ങൾ, ചെറിയ ചായക്കടകൾ, കുട്ടികളുടെ ചിരി, ഇവയെല്ലാം ചേർന്നതാണ് ഫത്തേഹ് സാഗറിൻ്റെ യഥാർത്ഥ ആത്മാവ്. ഉദയപൂരിൻ്റെ ജലസുരക്ഷയിൽ വലിയ പങ്കാണ് ഫത്തേഹ് സാഗർ തടാകം വഹിക്കുന്നത്. ഇത് ഒരു വിനോദസഞ്ചാരം കേന്ദ്രം മാത്രമല്ല, ഒരു നഗരത്തിൻ്റെ ജീവനാഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. രാജസ്ഥാൻ യാത്രയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഫത്തേഹ് സാഗർ. അതുകൊണ്ട് തന്നെ രാവിലെയും ഇന്ന് രാത്രിയിലും ഞാൻ ഇവിടെ സന്ദർശിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ മുഴുവനായിട്ടുള്ള വീഡിയോയിൽ ഫത്തേഹ് സാഗറിൻ്റെ രാത്രി കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വിശാലമായ ജലാശയത്തിൻ്റെ നടുവിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം വെള്ളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രാജകീയ സാന്നിധ്യം. മേവാർ രാജവംശത്തിൻ്റെ കാലത്തെ ദ്വീപ് നിർമ്മിതികളും കൊട്ടാര ശൈലിയും ഇന്നും ഈ തടാകത്തിൻ്റെ ഹൃദയമായി നിലകൊള്ളുന്നു. വെള്ളത്തിന്മേൽ പണിതുയർത്തിയ ഈ ഘടനകൾ രാജാക്കന്മാർ പ്രകൃതിയോട് എത്ര അടുത്ത് ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. തടാകത്തിൻ്റെ ചുറ്റി നോക്കിയാൽ ആരവല്ലി മരനിലകളുടെ മുകളിലായി ചെറിയതും വലുതുമായ ക്ഷേത്രങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടും. ദൂരെയല്ലെങ്കിലും ഈ ക്ഷേത്രങ്ങൾ ഫത്തേഹ് സാഗറിൻ്റെ ഒരു ആത്മീയ കവചം പോലെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായി തോന്നും. പ്രകൃതിയും വിശ്വാസവും ഒന്നിച്ചു ശ്വാസമെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ തടാകത്തിൻ്റെ ചുറ്റും ഓരോ ദിശയിലും കാഴ്ച മാറുന്നു. ഒരു വശത്ത് നീല നിറത്തിലുള്ള ജലം, മറ്റൊരു വശത്ത് പാറക്കെട്ടുകളും അമ്പലങ്ങളും, ഇടയ്ക്ക് തുറന്ന ആകാശവും, അരവല്ലി മലകളുടെ നിശബ്ദതയും. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് കാണാൻ കഴിയുന്നത് ഈ യാത്രയെ പ്രത്യേകമാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഫത്തേഹ് സാഗർ തടാകത്തിൻ്റെ നടുവിൽ വെള്ളത്തിന്മേൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ശാന്തമായ പച്ചദ്വീപാണ് നെഹ്റു ഗാർഡൻ. ഇത് ഒരു കൊട്ടാരമല്ല,
പക്ഷേ മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് സൃഷ്ടിച്ച ഒരു മനോഹരമായ ഗാർഡൻ ഐലൻഡാണ്. ചുറ്റും നീല നിറത്തിലുള്ള വെള്ളം, നടുവിൽ പച്ചപ്പും പൂന്തോട്ടങ്ങളും, നടക്കാൻ പാതകളും ചെറിയ പവലിയൻ ഘടനകളും. ഇവിടേക്കെത്താൻ ബോട്ടിംഗ് വഴിയേ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നെഹ്റു ഗാർഡനിലേക്ക് പോകുന്ന ഓരോ യാത്രയും ഒരു ചെറിയ അനുഭവമാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഇടം, കുടുംബങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലങ്ങൾ, യാത്രക്കാർക്ക് ഫോട്ടോഗ്രാഫി, എല്ലാവർക്കുമായി തുറന്ന ഒരു ദ്വീപാണ് ഈ ഫത്തേസാഗറിൻ്റെ നടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ നെഹ്റു ഗാർഡൻ. ഫത്തേസാഗർ തടാകം കാണാൻ മാത്രമുള്ള ഒരു കാഴ്ചയല്ല, അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. ഇവിടെ എത്തിയാൽ ബോട്ടിംഗ് ഒരു പ്രധാന ആകർഷണമാണ്. ശാന്തമായ വെള്ളത്തിലൂടെ പതുക്കെ നീങ്ങുന്ന ബോട്ടിൽ നിന്ന് ഉദയപൂരിൻ്റെ വ്യത്യസ്തമായൊരു കോണിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫത്തേസാഗറിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇത് എത്ര വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ്. 2 ആഴ്ച കൂടുമ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ തടാകത്തിൻ്റെ ക്ലീനിംഗ് നടക്കുന്നു. ബോട്ടിംഗ് കഴിഞ്ഞ് തടാകത്തിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ ചെറിയ ചെറിയ കടകളിൽ തണുത്ത ലസ്സി കിട്ടും. യാത്രയുടെ ചൂടിൽ ഒരു ഗ്ലാസ് ലസ്സി ഇവിടെ ഒരു പതിവ് അനുഭവമാണ്. എന്നാൽ ഈ ശുചീകരണത്തിൽ നഗരസഭ മാത്രമല്ല, ഇവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളും സ്വയം പങ്കാളികളാവുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഒരു പൊതുസമ്പത്ത് എന്ന ബോധമാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഫത്തേസാഗർ തടാകം ശുചിത്വവും സൗന്ദര്യവും ഒന്നിച്ച് നിലനിർത്തുന്നു. ഫത്തേസാഗർ ഒരു തടാകമല്ല, ഉദയപൂരിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണം കൂടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഫത്തേസാഗറിൻ്റെ സന്ധ്യാകാഴ്ച. പകൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഫത്തേസാഗർ തടാകം രാത്രിയാകുമ്പോൾ മുഴുവൻ ഭാവം മാറുന്നു. വെള്ളത്തിന്മേൽ വീണു നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശം അത് വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ തടാകം ഒരു നിശബ്ദ ചിത്രമായി മാറുന്നു. പകൽ കേട്ട തിരക്കില്ല. രാത്രിയിൽ ഇവിടെ കാറ്റിൻ്റെ ശബ്ദവും വെളിച്ചത്തിൻ്റെ മൃദുലമായ ചലനവും മാത്രമാണ്. തടാകത്തിൻ്റെ അരികിലൂടെ രാത്രിയിൽ നടക്കുമ്പോൾ നഗരത്തിൻ്റെ ലൈറ്റുകൾ വെള്ളത്തിനകത്ത് ലയിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫത്തേസാഗർ രാത്രിയിൽ കൂടുതൽ സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, നിശബ്ദതയിലൂടെയാണ്. ഉദയപൂരിൽ രാത്രി ഒന്ന് നിൽക്കേണ്ടി വരുന്ന ഇടമുണ്ടെങ്കിൽ അത് ഫത്തേസാഗർ തടാകം തന്നെയാണ് എന്ന് നമുക്ക് പറയാം.